ഹായ് ഫ്രണ്ട്സ്, ടെക് സെഞ്ചുറിയുടെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് വേറൊന്നുമില്ല. ഇന്നല്ല 2-3 ദിവസം കൂടെ ഞാൻ ഒരു ചെറിയൊരു റിസർച്ചിങ്ങിലായിരുന്നു. കാരണം വേറൊന്നുമില്ല, നമ്മുടെ GCC കൺട്രി മാത്രം ലക്ഷ്യമിട്ടും കൊണ്ട് കുറച്ച് കുറച്ച് ഫേക്ക്, കുറേ സ്ത്രീ രൂപത്തിൽ വന്നിട്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഇപ്പോൾ അവർ വന്നിട്ട് ഫേക്ക് ആയിട്ട് വന്നിട്ട് നാക്ഡ് അവർ ഓൺലൈനിൽ വരിക, പിന്നെ അവരത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ഒരു സംഭവം എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. അത് ചിലപ്പം എനിക്ക് വന്നത് അതൊരു ഫേസ്ബുക്കിൽ വഴിയാണ്. അപ്പോൾ ഞാനത് ചാറ്റ് ചെയ്തപ്പോൾ അവർക്ക് IMO നമ്പർ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വേറൊരു IMO നമ്പർ വെച്ചിട്ട് ഞാൻ അവരെ വിളിച്ചപ്പം ഫുൾ ഒരു എന്താ പറയുക, അതൊരു നാക്കറാണ്. അപ്പോൾ നമ്മുടെ GCC കൺട്രിയിലുള്ള എല്ലാ മലയാളീസും ഒന്ന് ശ്രദ്ധിക്കുക. പല കുടുംബങ്ങളും ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് ഏപ്പടമോ അതൊന്നുമല്ല. ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കോൾ വരും. അതായത് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ കോളുകൾ വരും. ഓക്കെ, കോൾ പറഞ്ഞിട്ട് നമ്മളെ ഫേസ്ബുക്ക് വഴി വന്നിട്ട് ഇവർ നമ്പർ എടുത്തിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ കാണണം, നിങ്ങൾ സൂപ്പറായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വരും. അപ്പോൾ അങ്ങനെ ഇത് നമ്പർ വന്നിരിക്കുന്നത് ഫിലിപ്പീൻസിൽ നിന്നാണ്. അപ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതൊരു ഫേക്കാണ്. അപ്പോൾ ഇത് നമ്മളെ GCC കുവൈറ്റ് എന്ന് മാത്രമല്ല, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഇറാൻ എവിടെയാണോ നമ്മുടെ മലയാളീസ് ഉണ്ടോ, മലയാളീസ് എന്താണെന്ന് വെച്ചാൽ ആരായിരുന്നു ശരിയാണ്, കെയർ ചെയ്യുക. അപ്പം ഞാൻ ആ വീഡിയോസിലോട്ട് പോകാം. ഇപ്പം കോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കട്ട് ചെയ്ത് പോയി. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എനിക്ക് വന്നുകൊണ്ടിരുന്ന മെസ്സേജ്. കാണാം, ഇതെങ്ങനെ വന്നേക്കാണ്. നോക്കൂ, ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച ആ വീഡിയോയിൽ അവർ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മാത്രമല്ല ഒത്തിരി നമ്പർ, അതായത് എനിക്ക് തോന്നുന്ന അതിനകത്ത് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ പാകിസ്ഥാന്, പിന്നെ അതുപോലുള്ള ഒരുപാട് കോണ്ടാക്ട്സ് അവരെ ഫേസ്ബുക്കിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഏകദേശം ഞാൻ ആ ഫേസ്ബുക്കിൻ്റെ ID കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തോ ഗ്രേസ് എന്നങ്ങാണ്ടാണ് ആ ഒരു പേരിട്ടേക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് അവരുടെ ചാറ്റിങ്ങും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവരുടെ പ്രൊഫൈൽ ഇതാണ്. ഇവരുടെ പ്രൊഫൈൽ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഇതിനകത്ത് ഒത്തിരി ഏകദേശം കണ്ടോ, അവർ വിളിക്കുന്നത് കണ്ടോ, നോക്കണോ, അവർ വിളിക്കുകയാണ് കണ്ടോ. നമ്മുടെ അടുത്താണ് കളി. സംഭവം വേണമെന്നില്ല. ഇപ്പോൾ അവൾക്ക് ഇപ്പം അവളെ കൂടെ ജോയിൻ ചെയ്യണം, പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഇപ്പം എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് അവൾക്ക് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവളത് റെക്കോർഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ അക്കൗണ്ടിലുള്ള പൈസ മൊത്തം വലിപ്പിക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ ഒരു ഫേസ്ബുക്കിലൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യരുത്. ഇത് UAE-യിൽ 2017 ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. അതായത് ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇതുപോലെ ചാറ്റ് ചെയ്തിട്ട് ചീറ്റ് ചെയ്ത കേസ്. അപ്പോൾ ഇത് ദയവ് ചെയ്ത് നമ്മുടെ മലയാളീസ് ആരും ഇതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെനിക്കൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് തമാശയായിട്ട് എടുക്കരുത്, ഇത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒത്തിരി അപകടങ്ങൾ ഇതിനകത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം പ്രവാസ ജീവിതത്തിൽ നമുക്ക് നേടാനായിട്ട് ഒത്തിരിയുണ്ട്, മുന്നേറാനായിട്ട് ഒത്തിരിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക, പ്രത്യേകിച്ചും
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് സംഭവം. കണ്ടില്ലേ? ഞാൻ പന്ന കഴിവറുടെ മോളെ, വാട്ട് ഡിയർ, ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡ്. നീ ഫേക്കാണെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് നിന്നോട് ചാറ്റുന്നു പന്ന. അപ്പോൾ ഫ്രണ്ട്സ് നോക്കിയോ, അവളിപ്പോൾ ഓൺലൈനിലുണ്ട്. ഇപ്പോൾ എന്താണ് പറയണമെന്ന് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഇപ്പോൾ ഭീഷണി ഇതാ നോക്ക്, എൻ്റെ ബന്ധുക്കൾക്ക് അവരെ ഇത് അയച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറയണത്. കണ്ടില്ലേ? എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അയച്ചു കൊടുക്കാമെന്നാണ് പറയണത്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നോക്കാം. ഇതെൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ഇതെൻ്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുമെന്നാണ് പറയണത്. ഓക്കെ, ഇതാ നോക്കിക്കോ. കണ്ട, ഭീഷണിൻ്റെ സ്വരങ്ങളാണ് ഈ കാണുന്നത്. നോക്കണ്ട, അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമ്മൾ പോലീസിനെ അറിയിക്കേണ്ടതാണ്. എൻ്റെ വൈഫിൻ്റെ ഇതുണ്ട്, എൻ്റെ കസിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് നിങ്ങൾ കാണണം. കണ്ടല്ലോ, പേരാണ് ഓൺലൈൻ സെക്സ് ചാറ്റിംഗ് പണത്തട്ടിപ്പെന്ന് പറയുന്നത്. കണ്ടില്ലേ? കോൾ വരുന്നുണ്ട്. ഹലോ 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 പൈസ ചോദിച്ചുകൊണ്ടുള്ള വിളിയാണ്. ഹലോ 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 നമ്മുടെ അടുത്താണ് കളി. ഇവിടെ കളി. എൻ്റെ ഫേസ്ബുക്കിൽ വെച്ച് നാറ്റിക്കുമെന്നാണ് പറയണത്. ഓൺലൈൻ കണ്ടോ? ഇമ്മീഡിയറ്റ്ലി പോലീസ് യൂസ് 1C. ഓക്കെ, ഇതൊരു ഹാക്കറാണ്. കണ്ടോ, ഇതൊരു ഹാക്കറാണ്. നമ്പർ 1 ഹാക്കറാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ഇതൊരു ഹാക്കറാണ്. അതായത് നമ്മുടെ ഫേസ് അവരുടെ കമ്പ്യൂട്ടറിനകത്ത് ഇട്ടിട്ട് അവർ തിരിച്ചിട്ട് പണി തട്ടുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ അവർ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അവർ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് കാണാം. 30 KD കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അതിനകത്ത് പബ്ലിഷ് ചെയ്യത്തില്ല എന്നാണ് പറയണത്. കോമഡി നോക്കിക്കൊള്ളാം, ഞാൻ തിരിച്ചു വെച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, 30 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത വീഡിയോയ്ക്ക് ഞാൻ പൈസ കൊടുക്കണമെന്നും പോലും. ഓക്കെ, കണ്ടോ കോമഡി? ടെൽ മീ, ഞാൻ ഇതിനെന്താണ് മറുപടി പറയേണ്ടത്? സെൻഡ് യുവർ നോട്ട്. You send money or not? I will start now. Share your video. എന്ത് വീഡിയോ ആണെന്നാണ് ഇവിടെ ആലോചിക്കുന്നത്. ഇതൊരു ഹാക്കിംഗ് ആണ്. അതായത് ആണുങ്ങളെ മാത്രം അവർ ടാർഗറ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ ഇത് ഞാൻ കളിച്ചതാണ്. പക്ഷേ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും വധഭീഷണിയോ എന്തെങ്കിലും ചിലപ്പോൾ വന്നിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ കൂടി നിങ്ങൾ കണ്ടല്ലോ, പ്രൊഫൈലൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളെല്ലാവരും കെയർ ചെയ്യുക, നല്ലവണ്ണം കെയർ ചെയ്യുക. ഞാൻ കളിച്ച ഒരു കളിയാണ്. കാരണം ഇങ്ങനെ പല കേസുകളും നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്കിപ്പോൾ വന്ന സംഭവമാണ്. ചിലപ്പോൾ പലർക്കും ലിങ്കുകൾ വന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോ. കണ്ടല്ലോ, ഇതിപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോളിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം.
അപ്പോൾ 30 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ക്രീൻഷോട്ട് കുറച്ച് ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷേ അത് നാക്ഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാത്തത്. കാരണം നാക്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ വരെ അത് ബാധകമാവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോ ആ വീഡിയോ കണ്ട അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫോണിൽ കിടന്ന് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കെയർ ചെയ്യുക. ഓക്കെ, കണ്ടല്ലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് സംഭവം. കണ്ടല്ലോ എന്നാ ഭീഷണി. പിന്നെ എൻ്റെ വൈഫിൻ്റെ ഇതിൽ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കട്ടെ. എൻ്റെ ബന്ധുവായ ഷിജുവിന്, പിന്നെ ബെൻസാം, പിന്നെ ജിനി ചേച്ചി, അവർക്കെല്ലാവർക്കും അയച്ചു കൊടുക്കാതെ പറഞ്ഞിട്ട് ഐ വിൽ പോസ്റ്റ് നൗ ഗോയിങ് ഐ വിൽ യുവർ ലൈഫ്. പോടാ അയക്കടാ പോടാ. ഇതെല്ലാം ഇതിനപ്പുറം ചാടിക്കിടന്നുണ്ടായി ഈ ബിജിൻദാസ് വിജയൻ. നീ അയച്ചോ? അപ്പോൾ ഇങ്ങനെയാണ് വിളിച്ചിട്ട് വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണി. കണ്ടല്ലോ. യു ഫസ്റ്റ് സീസ് യുവർ ഫേസ് ഓപ്പൺ. കണ്ടാ വെച്ചോ? വിളിക്കുമ്പോഴൊക്കെ വെച്ച് കളയാണ്, എന്താണെന്ന് അറിയില്ല. സംഭവം പിടികിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ആർക്കെങ്കിലും എൻ്റെ ബന്ധുക്കൾക്കോ ഫേസ്ബുക്കിലോ ഇതേപോലെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം തെറ്റിദ്ധരിക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹാക്കറാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കുവൈറ്റ് പോലീസിൽ ഞാനിത് കംപ്ലയിൻറ്റ് ചെയ്യും. കാരണം ഇതിങ്ങനെ ഒരു സംഭവം നടന്നത് സ്റ്റേഷനിൽ തന്നെ ഞാൻ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് ചെയ്യും. കാരണം ഇങ്ങനെ ഒരു ചതി ഇനി ആരും നടക്കാൻ പാടില്ല. കാരണം ഞാൻ ഇതിൻ്റെ പ്രൊഫൈൽ ഞാനിത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ മലയാളീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കെയർ ചെയ്യുക. അല്ലെങ്കിൽ ഇത് ദുബായിൽ ഒരു പാവം പയ്യന് പണി കിട്ടിയതുപോലെ ആവരുത്. അപ്പോൾ പാവപ്പെട്ട ആളുകളെ ചതിക്കുഴിയിലാക്കുന്ന കുറച്ചുകൂടെ തെളിവുകളും കൂടെ കിട്ടിയിരിക്കുകയാണ്. അവർ തന്നെ അയച്ചു തന്നിരിക്കുകയാണ്. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പുല്ലാണെന്നുള്ള രീതിയിലാണ് അവർ മെസ്സേജ് എല്ലാം വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയൊക്കെ ചാറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനത് ഇപ്പോൾ എൻ്റെ ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. എനിക്കിത് ജസ്റ്റ് ഇതുപോലെ, കാരണം ഞാനിത് സ്റ്റാർട്ടിങ് മുതലേ ഞാനിത് റെക്കോർഡിങ്ങാണ്. കാരണം എനിക്ക് കുറച്ച് പേര് ഇതുപോലെ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കോൾ വരും, നീ ഒന്ന് റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കണം. കണ്ട, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇത് എന്താണെന്നറിയില്ല. എന്തൊരു എന്തൊരു കോപ്പാണെന്നറിയില്ല. ഇതാ കാണാം. ഇത് വെച്ചിട്ടാണ് ഭീഷണി, പാവങ്ങളെ വെച്ചിട്ട് ഭീഷണി.